ഹലോ നമസ്കാരം, എൻ്റെ പേര് അനസാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഉടൻ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് നിലവിലെ ഗ്രാനൈറ്റോ ടൈലോ കുത്തിപ്പൊളിക്കാതെ തന്നെ അതിന് മുകളിൽ യാതൊരു തലവേദനകളും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വിരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ SPC ഫ്ലോറിംഗ് ആണ്. ഇത് ഗ്ലൂ ഡൗൺ പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2.5 mm തിക്നെസ് വരുന്ന SPC ഫ്ലോറിംഗ്, വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത രീതിയിൽ വിരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു യുണീക്ക് വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന പ്രൊഡക്റ്റ്. അതിൻ്റെ തന്നെ ഒരു ബ്രദർ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു 0.5 mm തിക്നെസ് കുറച്ചിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ കൊടുക്കുന്ന, കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, ഏതൊരു സാഹചര്യത്തിലും വിരിക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഓൾറെഡി ഉള്ള 2.5 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹാർഡാണ്, കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആണ് നമുക്ക് ടൈലിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും മുകളിൽ വിരിക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിപ്പോൾ ഒരു പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള കുറച്ചൊരു മൈന്യൂട്ടായിട്ടുള്ള ലെവൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 mm തിക്നെസ് വരുന്ന SPC ഫ്ലോറിംഗ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡുകളും ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ SPC ഫ്ലോറിങ്ങിൻ്റെ ക്ലിക്ക് ആൻഡ് ലോക്ക് വേർഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്, എഞ്ചിനീയർ വുഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് WPC ഡെക്കിങ്, EPA വുഡ്, അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം എന്ന രീതിയിൽ എനിക്ക് അടുത്ത വീഡിയോയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് വിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫ്ലോറിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കണം? ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ഒരുപാട് സൈറ്റിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം കൂടെയാണ്. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്താലും പ്രോപ്പറായിട്ടുള്ള ലെവലിങ് ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ ഓൺ സൈറ്റിൽ പോയിട്ട് അത് കറക്റ്റ് ചെയ്യലാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഫിനിഷ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഫിനിഷിങ്ങിന്, ഔട്ട്പുട്ടിനെ ഇത് വല്ലാണ്ട് ബാധിക്കും. നമ്മളിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് വളരെ സ്മൂത്ത് ആയിരിക്കണം, 0 വാട്ടർ ലെവലുമായിരിക്കണം. അതിന് മുകളിലാണ് നമ്മൾ ഗം ഉപയോഗിച്ച് വിരിക്കുന്നത്. പ്രത്യേകം വാട്ടർ ലെവലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ടൈലോ ഗ്രാനൈറ്റോ മാർബിളോ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഒരു വാട്ടർ ലെവലായിരിക്കും. ഇനി എന്തെങ്കിലും ഒരു ചെറിയ ലെവൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയൊരു ലെവലിങ് നമ്മൾ എന്തായാലും ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ ഫ്ലോറിൻ്റെ ലെവലിൻ്റെ കാര്യം നമ്മുടെ ഈ 2 mm 2.5 mm SPC ഫ്ലോറിങ്ങിന് മാത്രമല്ല, നമ്മുടെ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിങ്ങിനും ക്ലിക്ക് ആൻഡ് ലോക്ക് സിസ്റ്റം ഉപയോഗിച്ച് വിരിക്കുന്ന SPC ഫ്ലോറിങ്ങിനും എഞ്ചിനീയർ വുഡൻ ഫ്ലോറിങ്ങിനും എല്ലാം ഇത് ബാധകമാണ്. നമ്മൾ എത്രത്തോളം പ്രോപ്പറായിട്ട് ലെവലിംഗ് ചെയ്യുന്നു അതുപോലെ തന്നെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഈ ഒരു എമൗണ്ട് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫിനിഷ് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്ലോറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ 0 വാട്ടർ ലെവലിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യുക, അല്ലെങ്കിൽ 0 വാട്ടർ ലെവലാണ് എന്നുള്ള കാര്യത്തിന് ഉറപ്പും വരുത്തുക. വുഡ് ഫിനിഷിങ്ങിലുള്ള 13 കളർ ഷെയ്ഡുകളാണ് നമുക്കിതിൽ വരുന്നത്. വളരെ വ്യത്യസ്ത രീതിയിൽ വിരിക്കാമെന്നതും യുണീക്കായിട്ടുള്ള ടെക്സ്ചർ ഫിനിഷ് ഉള്ളതും ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീലിങ്ങിലും വാളിലും നമുക്കിത് ചെയ്യാൻ പറ്റും, സ്റ്റെയർകേസിലും നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിലെ ടൈലോ ഗ്രാനൈറ്റോ ഒന്നും കുത്തിപ്പൊളിക്കാതെ തന്നെ യാതൊരു തലവേദനകളും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയ വിരിച്ചു തീർക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 3 അടി ലെങ്ത്തും 6 ഇഞ്ച് വിട്ടുമാണ്. ഇതിൻ്റെ തിക്നെസ് 2 mm ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ 2.5 mm തിക്നെസ്സും വരുന്നുണ്ട്. നിങ്ങളുടെ റിസോർട്ടുകളുടെ ഫ്ലോറിനൊരു പുതുമുഖം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതും വളരെ അഫോർഡബിൾ റേഞ്ചിൽ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും അങ്ങനെ ഒത്തിരി ഏരിയകളിൽ അഫോർഡബിൾ റേഞ്ചിൽ വളരെ എളുപ്പത്തിൽ വിരിക്കാവുന്നതും ഒരു ന്യൂ ലുക്ക് തരാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ് നമ്മുടെ 2 mm തിക്നെസ് വരുന്ന SPC ഫ്ലോറിങ്. SPC ഫ്ലോറിങ് എന്ന് പറയുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആണ് വരുന്നത്. അതായത് സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്.